എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ നെന്മാറയിൽ നിന്ന് കൊല്ലംകോടേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ഒരു വ്യൂ കണ്ടു. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് നമ്മുടെ ഇൻട്രോ പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വാമല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ മുരുകക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് കണ്ടത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊല്ലംകോടെ കാഴ്ചകളാണ്. കൊല്ലംകോടെ കാഴ്ചകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കാത്തേ അവർ പൂവിനെ പാട്ടും പായും. നമ്മളിപ്പോൾ കൊല്ലംകോടേക്കുള്ള യാത്രയിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ 10 വില്ലേജുകൾ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമമാണ് നമ്മുടെ ഒരു കൊല്ലംകോട്. അപ്പോൾ നമുക്കിനി നേരെ കൊല്ലംകോട്ടേക്ക് പോകാം. അപ്പോൾ കൊല്ലംകോട് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് കുടിലിടം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ കുടിലിടം എന്ന് പറയുന്നത് ശരിക്കും വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ചെറിയ ചെറിയ കുടിലുകൾ പോലുള്ള സാധനങ്ങളാണ്. അവിടെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യാം നമുക്ക്. അപ്പോൾ ആ കാഴ്ചകളാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. നമുക്കിപ്പോൾ പോയി നോക്കാം. നമ്മളപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ തന്നെ കുടിലിടം എന്ന് പറയുന്ന ആ കുടിലുകൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതേ ആ കാണുന്നതാണ്. ഇപ്പം തിരക്കൊന്നുമില്ല കേട്ടോ. വീക്കെൻഡൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിഭയങ്കരമായ തിരക്ക് ആണ് അനുഭവപ്പെടുന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ദൂരെ ആ മലനിരകൾ കാണാമേ. നമ്മൾ അവിടെ വെച്ച് കണ്ട അതേ മലനിരകൾ തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ കാണാം. ഇതിങ്ങനെ കിടക്കുമല്ലേ, വെസ്റ്റേൺ ഗൾഫ്സ് ഇങ്ങനെ കിടക്കുമല്ലേ. അതുപോലെ തന്നെ നമ്മുടെ നെല്ലിയാമ്പതി മലനിരകൾ ഇങ്ങനെ ശരിക്കും ഈ നെല്ലിയാമ്പതി മലനിരകളെല്ലാം കൂടി ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. കുടിലിടത്തിൻ്റെ ഒരു എൻട്രൻസ്. ഇവിടെ നിന്ന് ഉള്ളിലേക്ക് പോയിട്ട് അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇവിടെ ഭക്ഷണ സാധനങ്ങൾ അകത്ത് കൊണ്ടുപോകരുതെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ പ്രവേശനം പാസ് മൂലമെന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിർമ്മിക്കുന്ന ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ടിക്കറ്റ് എടുത്ത് നമ്മൾ ആദ്യം ഉള്ളിലോട്ട് കയറിയപ്പോൾ കാണുന്നതേ ഇതുപോലെയൊരു കാളവണ്ടിയാണോ കുതിരവണ്ടിയാണോ എന്തായാലും ഇങ്ങനെയൊരു വണ്ടിയും അതുപോലെ തന്നെ ഓല കൊണ്ട് മേഞ്ഞ ഒരു പടിപ്പുരയുമാണ്. അതെന്തായാലും നല്ലൊരു കാഴ്ചയാണ്. ഒരു വർഷങ്ങൾ പിന്നിലേക്ക് പോയ പോലെ ഇന്ന് കാണാൻ കഴിയാത്ത ചില കാഴ്ചകളാണ്. ഇവിടെ ഇങ്ങനെയൊരു ഏർമാടമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. 4 പേർക്ക് മാത്രം ഒരേ സമയം കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പച്ച കളറാണ് അടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേക ഭംഗിയാണ് കാണാൻ. നമ്മളിത് നേരത്തെ അവിടെയാണ് വന്ന് ഇരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വേണം നമുക്കൊന്ന് കയറി നോക്കാം. ഞാനിവിടെ ഉള്ള ഏർമാടത്തിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ചാർജ് 20 രൂപയാണ്. 20 രൂപ കൊടുത്തിട്ട് ആണ് നമുക്കെല്ലാം കാണാൻ സാധിക്കുന്നത്. പാർക്കിങ്ങിനൊക്കെ സ്പേസ് ഉണ്ട്. അപ്പോൾ അതെ ഞാൻ ഏർമാടത്തിലാണ് ഇരിക്കുന്നത്. കാണുന്നതാണ് നമ്മുടെ ഏർമാടത്തിൽ നിന്നുള്ളൊരു വ്യൂ. വാ, അടിപൊളി വ്യൂ അല്ലേ. ഇറങ്ങിയില്ലെങ്കിൽ പണി മേടിക്കും. അമ്മേ, ഇത് നല്ല വൃത്തിയായിട്ടൊക്കെയാണ് കെട്ടി വച്ചിരിക്കുന്നത്. പണ്ട് കാലത്ത് ജലസേചനത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇതെന്തായാലും ഇങ്ങനെ ചവിട്ടി കറക്കിയൊക്കെയാണ് അന്ന് വെള്ളം ഇങ്ങനെ ഒഴുക്കിയിരുന്നത്. അതൊക്കെ നമുക്ക് പഴയ സിനിമയിലൊക്കെ ഇപ്പോഴും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു തവള കിണർ എന്ന് പറഞ്ഞൊരു കിണർ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമുണ്ട്, നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഏർമാടമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പതുക്കെ ഈ പാടത്തേക്ക് പ്രവേശിക്കുവാണ്. ഇവിടെ ഇപ്പോൾ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, നെൽഗദർ വലിക്കരുതെന്ന് പറഞ്ഞ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇതിലേ അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ആൾക്കാർ പോകുന്നതാണ്. ഇങ്ങനെ ഒരുപാട് അതിലേ കൂടെ പോകാൻ പറ്റും, ഇതിലേ പോകാൻ പറ്റും, പിന്നെ ഇതിലേ കൂടെ പോകാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് വീക്കെൻഡ് ആവാത്തതുകൊണ്ടാണ് തിരക്ക് ഇല്ലാത്തതെന്നാണ് പറയുന്നത്. നമ്മൾ വന്ന സമയം ഉച്ച സമയമാണ്.
ഇവിടെ ഒരു തോണി കിടപ്പുണ്ട്. നമ്മൾ വന്ന സമയം ഉച്ച സമയമാണ്, അതുകൊണ്ട് തിരക്കൊന്നുമില്ല. ഞാനിപ്പോൾ അവിടെ നിന്നും വീണ്ടും നമ്മുടെ പാടത്തേക്ക് വീണ്ടും ഇറങ്ങുവാണേ. ചെറിയ ചെറിയ മുളകൾ വെച്ചിട്ടാണ് ഇവിടെ ചെറിയ നടപ്പാത ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഈ പാടത്തിൻ്റെ നടുവ് ഇങ്ങനെ ഒരു കുടിലിനുള്ളിൽ വന്നു. ഇതാണ് നമ്മുടെ സ്വന്തം കുടിൽ. ഇങ്ങനെ ഒരുപാട് കുടിലുകൾ അങ്ങോട്ടുണ്ട്, അവിടെയുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് വരുന്നവർക്ക് ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കുക. അപ്പോൾ ഒരുപാട് ആൾക്കാർ വേണമെങ്കിൽ കുറച്ച് ആൾക്കാർ എണീറ്റ് കഴിഞ്ഞിട്ടേ നമുക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കത്തുള്ളൂ. കൊല്ലങ്കോട് ഞാൻ കുറച്ചേറെ നാളായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പണ്ടെങ്ങോ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അന്നൊന്നും നമ്മൾ ഈ വീഡിയോയുടെ ഒരു ക്രേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തില്ല. പക്ഷേ ഇന്ന് എന്തായാലും ഞാൻ കൊല്ലങ്കോട് കുറച്ച് കറങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആകെ നമ്മൾ ഒഴിവാക്കിയത് സീതാർകുണ്ട് വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ. അത് പക്ഷേ ഈ സമയത്ത് അവിടെ വെള്ളമൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മളത് ഒഴിവാക്കി. അപ്പോൾ നമ്മൾ പിന്നെയും മുന്നോട്ട് പോവുകയാണേ. ഈ വെയിലാണെങ്കിൽ തന്നെയും ഈ ഒരു ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇറങ്ങി നടക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ വെയിലത്ത് അധികം ഇറങ്ങുന്ന ആളല്ല. ഞാൻ അവിടുന്ന് വീണ്ടും മുന്നോട്ട് വന്നത് അടുത്ത ഒരു കുടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ചേരം ഇരിക്കാം. അപ്പം ഞാനതിൽ ഇരിക്കുന്നില്ല, ഞാൻ ക്ഷീണിച്ച് കഴിയുമ്പോൾ അവിടെ ഇരിക്കും. അപ്പോൾ വീണ്ടും അടുത്ത കുഞ്ഞു പാലത്തേക്ക് കൂടെ ഇതിലേ കൂടാണ് വരുന്നത്, ഞാൻ കാണിക്കാം. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പലകയല്ല, ഇങ്ങനെ ചെറിയ മുളകൾ വെച്ചിട്ടുണ്ട്, അടുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കൂടാണ് ചെറിയ ചെറിയ തോടുകൾ നമ്മൾ കഴിഞ്ഞ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ നെല്ലൊക്കെ ഇങ്ങനെ നെല്ലൊക്കെ നിൽക്കുന്ന എന്ത് ഭംഗിയാണ് കാണാൻ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ, ഇതിലേ അങ്ങോട്ട് പോകണോ അതോ ഇങ്ങോട്ട് പോകണോ? എന്തായാലും ഇതിലേ പോയി നോക്കാം അല്ലേ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊന്ന് റോഡിൻ്റെ ഭാഗമായിരിക്കും, അപ്പം ഇങ്ങോട്ട് പോയി നോക്കാം. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ കൊല്ലങ്കോട് വരുവാണെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യണേ. അത് വൈകുന്നേരങ്ങളിൽ തന്നെ വരണം, ഇല്ലെങ്കിൽ രാവിലെ വേണ്ട, വൈകുന്നേരങ്ങളിൽ തന്നെ വരണം. എന്തുവരെ നല്ല കാറ്റൊക്കെ ഏറ്റ് നമുക്കിവിടെ ഇരിക്കാൻ പറ്റും. അതുപോലെ ഈ മലനിരകളുടെ ഒരു ഭംഗി അടിപൊളിയാണ്. നെല്ലിയാമ്പതി മലനിരകൾ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണുന്നത്. ഇവിടെ എന്താണ്ട് ഇങ്ങനെ ഈ പോകുന്ന വഴിയില്ല, നമുക്ക് ഈ പാടത്തോടെ ഇങ്ങനെ എത്ര ദൂരം വേണേലും നടക്കാം. അങ്ങനെ കുറേയേറെ അവിടെ എല്ലാം ഉണ്ട്, അവിടെ എല്ലാം നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവിടെ 1, 2 വല്ല ഉള്ളായിരിക്കും എന്നാണ്. പക്ഷേ 1, 2, 3, 4, 5 അങ്ങോട്ടെല്ലാം ഉണ്ട്. അപ്പോൾ കുറേയേറെ ആൾക്കാർ വന്നെന്ന് പറഞ്ഞാലും നമുക്ക് ഇത് ഉൾക്കൊള്ളാനൊക്കെ പറ്റും. അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നെല്ലൊന്നും ഇതിൽ നിന്ന് പറിച്ചെടുക്കരുതെന്നുള്ളത്. അല്ല, പാലക്കാടൻ കാറ്റേറ്റ് കുറച്ച് നേരം ഇരിക്കണോ? അങ്ങ് പോരെ, നിങ്ങളിവിടെ മാടി വിളിക്കുകയാണ്. എന്തായാലും രാവിലെ ഇറങ്ങിയപ്പോൾ നല്ല നിരാശയായിരുന്നു. കാരണം നിങ്ങൾ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ വാമന മുരുകക്ഷേത്രത്തിൻ്റെ വീഡിയോ ആയിരുന്നു ചെയ്തത്. അപ്പോൾ ഇറങ്ങിയ മഴ മൊത്തം രാവിലെ നനഞ്ഞ് കുളിച്ചാണ്. ഞാനപ്പോൾ ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ ആ ഒരു പ്രശ്നം എനിക്ക് ശരിക്കും മാറി കിട്ടി. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ബ്യൂട്ടിഫുൾ പ്ലേസാണ്. നിങ്ങൾ ഒരു കാരണവശാലും കൊല്ലങ്കോട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം മിസ് ചെയ്യല്. വൈകുന്നേരം തന്നെ വരിക, നല്ല വ്യൂ ആണ്. നമുക്ക് റോഡ് സൈഡിൽ തന്നെയാണ്, അധികം നമുക്ക് ഉള്ളിലോട്ടൊന്നും പോകണ്ട. അപ്പം നിങ്ങൾ വരുന്നവർ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വരിക. അപ്പോൾ ഇവിടെ വരാനുള്ള ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഗൂഗിൾ മാപ്പിൽ ലഭ്യമാണ്. റോഡ് സൈഡിൽ തന്നെയാണ്, ഞാൻ പറഞ്ഞില്ല, മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ്. അധികം ദൂരമൊന്നും ഇല്ല കൊല്ലങ്കോട് ടൗണിൽ നിന്ന് ഇങ്ങോട്ട്. ഏകദേശം ഒരു 2.5 കിലോമീറ്ററോളം 2.5 കിലോമീറ്റർ താഴെയുള്ളൂ ഇവിടേക്കുള്ള ദൂരം. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഗോവിന്ദപുരത്തേക്കുള്ള ബസ്സിൽ കയറി നെടുപണി എന്ന് പറയുന്നൊരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു കുടിലിടം ഉള്ളത്. നമ്മുടെ ഈ നാടിൻ്റെ പണ്ടത്തെ പേര് വേങ്ങനാട് എന്നായിരുന്നു. സാമൂതിരിയുടെ സാമന്തന്മാരായ കൊല്ലങ്കോട് രാജവംശത്തിൻ്റെ ഭരണത്തിലായിരുന്നു ഈ ഒരു ഗ്രാമം. നിങ്ങൾ ഭംഗിയാണ് ആസ്വദിക്കാൻ പറ്റുന്നതെങ്കിൽ തീർച്ചയായിട്ടും വൈകുന്നേരം രാവിലെ വരിക. ഞാൻ മുമ്പ് പറഞ്ഞതിന് വീണ്ടും പറയുവാണ്, വൈകുന്നേരമാണ് അല്പം കൂടെ ബെസ്റ്റ്. അതല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് സമാധാനമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഉച്ച സമയത്ത് വരിക. കാരണം ഇവിടെയൊക്കെ ആൾക്കാർ തീരെ കുറവാണ്. വരുന്ന ആൾക്കാരൊക്കെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അധികം വെയിലത്തൊന്നും ഇറങ്ങാതെ മാറി നിന്നിട്ട് പോകുന്ന ആൾക്കാരുമുണ്ട്, കണ്ടിട്ട് പോകുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നിങ്ങൾക്ക് ഇതിനുള്ളിൽ കയറി ഇച്ചിരി ഫ്രീഡമായിട്ട് നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റണം എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വരിക. അതുകൊണ്ട് ഉച്ചയ്ക്ക് വരുന്നതുകൊണ്ട് ആ ഒരു പ്രയോജനം മാത്രമേ നമുക്കുള്ളൂ. ഈ കുടിലിടത്തിൻ്റെ എൻട്രൻസിൽ തന്നെ ഇങ്ങനെ ഒരാൾ തൻ്റെ സ്കെച്ച് വരച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ എന്തായാലും കുറച്ചു നേരം ആ ഒരു കലാവിരുത് നോക്കി നിന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് ഇനി അടുത്ത് കാണാൻ പോകുന്നത് പെരിങ്ങോട്ടുശ്ശേരി കളമാണ്. അപ്പോൾ ഈ പെരിങ്ങോട്ടുശ്ശേരി കളവ് എന്ന് പറയുന്നത് അന്ന് ധാന്യങ്ങൾ, നെല്ലും അതുള്ള ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ധാന്യപ്പുരയാണ്.
അപ്പോൾ ആ ധാന്യപുരയും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ തേക്കിൻചിറ എന്ന് പറയുന്നൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയുള്ളത്. നിങ്ങൾക്കറിയാം, ഒരുപാട് റീൽസിലൂടെയും യൂട്യൂബ് വീഡിയോസിലൂടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള പ്രശസ്തനായ ഒരാളാണ് നമ്മുടെ ഒരു ചെല്ലഞ്ചേട്ടൻ. ഏതാണ്ട് 50 വർഷമായിട്ടാണ് ഇവിടെ ചായക്കട അദ്ദേഹം നടത്തുന്നത്. പൂർണ്ണമായും പനയോല കൊണ്ടാണ് ഇപ്പോഴും ചെല്ലഞ്ചേട്ടൻ്റെ കടയുടെ മുകൾ ഭാഗമൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ പഴയ റേറ്റുകളൊക്കെ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് ചായയുടെയൊക്കെ. അതൊന്ന് ഞാൻ കാണിച്ചു തരാമേ. പൈസ ദോശ 50 പൈസ, കായപ്പം 50 പൈസ. ഇത് സിനിമയ്ക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തില്ല കേട്ടോ. സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു കൊണ്ടെഴുതി. അന്ന് വിറ്റിരുന്നേ അല്ലേ. ഇപ്പോൾ രാവിലെ ഇവിടെ ഇഡലിയും ചായയുമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചായയും കടിയും മാത്രമേ ഉള്ളൂ. ഇവിടെ കുറേ പഴയ കലണ്ടറുകൾ അദ്ദേഹം തൂക്കിയിട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. 15 തൊട്ടുണ്ടല്ലേ. 15, 16, 17, 18, 19, 24. ഇവിടെ ഇട്ടിട്ടുണ്ട് ബാക്കി കലണ്ടറുകൾ. 21. ഈ കാണുന്നതാണ് നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ ഭാര്യ ചെന്താമരാക്ഷി ചേച്ചി. എനിക്ക് വേണ്ടിയുള്ള ചായ തയ്യാറാക്കിയാണ് ചെല്ലഞ്ചേട്ടന്. എനിക്കിവിടെ ഏറ്റവും ആധുനികമായിട്ട് തോന്നിയത് ആകെയുള്ളത് ഒരു ഫാൻ ഇട്ടേക്കുന്നത് മാത്രമാണ്. പിന്നീട് എനിക്ക് തോന്നിയത് നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും എത്തിയതുപോലെ ഗൂഗിൾ പേയും നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലുണ്ട്. ഇവിടെ മറ്റൊരു നെല്ലറ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊന്ന് കണ്ടിട്ട് കാണാമെന്ന് വെച്ചിട്ടാണ്. അത് കണ്ടിട്ട് പോയി കാണാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എനിക്കുള്ള ചായയും വടയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത യാത്ര തുടരാൻ വേണ്ടിയിട്ട്. ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയൊക്കെ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂട്ടുള്ള വഴിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു ധാന്യപുര ഉള്ളത്. അപ്പോൾ ഇതിലെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, തീരെ ചെറിയ റോഡാണ്, ടാറിട്ട റോഡൊക്കെയാണ്, കാറുകളൊക്കെ പോകും. പക്ഷേ 2 വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് ഒതുക്കി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അമിത സ്പീഡിലൊന്നും പോവില്ല. നമുക്ക് വണ്ടി മാറ്റാനുള്ള ഒരു സ്ഥലം കിട്ടില്ല. സൂക്ഷിച്ച് തന്നെ പോവുക. നല്ല നല്ല കാഴ്ചകളാണ് പോകുന്ന വഴിക്ക് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഏതാണ്ട് ധാന്യപുരയുടെ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ വാഹനങ്ങൾ തിരിക്കുവാൻ കഴിയുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും നല്ല സുന്ദരമായ കാഴ്ചകൾ തന്നെയാണ് അങ്ങോട്ട് പോകുന്ന വഴിയിൽ നമുക്ക് കാണാനുള്ളത്. നമ്മളപ്പോൾ ചെല്ലഞ്ചേട്ടൻ്റെ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് കണ്ട വഴി കൂടെ കയറി അവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ച കണ്ട എന്തൊരു ബ്യൂട്ടിയാന്ന് നോക്കി. നമ്മുടെ നെല്ലിയാമ്പതി മലനിരകൾ, നെല്ലിയാമ്പതി അല്ലേ, അത് തന്നെ ആവാൻ സാധ്യതയുള്ളൂ. എന്തുപോലെ അതിൻ്റെ ഒരു ബ്യൂട്ടി നോക്കി, എന്ത് ഭംഗിയാണെന്ന്. ദൂരെയൊക്കെ മേഘം തൊട്ട് നിൽക്കുക. പക്ഷേ അത് ഈ മൊബൈലിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അടിപൊളി ഫീലാണ്, അടിപൊളി ഫീൽ. നിങ്ങൾ തീർച്ചയായിട്ടും ചിങ്ങഞ്ചിറയൊക്കെ വരുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ ഒരു കളം കൂടെ ഒന്ന് കണ്ടിട്ട് പോകണം. ബ്യൂട്ടിഫുള്ളാണ്, സൂപ്പറാണ്. നമുക്ക് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും നല്ല ശാന്തസുന്ദരമായൊരു പ്രദേശമാണ്. പിന്നെ എനിക്കിവിടെ നോക്കിയപ്പോൾ ഇവിടെ ഓമകൃഷിയുണ്ട്. ഇവിടെ പപ്പായ എന്നായിരിക്കും പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഓമയ്ക്ക എന്നാണ് പറയുന്നത്. ഓമയുടെയൊക്കെ ഒരുപാട് കൃഷികൾ ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, ഇതെല്ലാം കൃഷിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ആ മലനിരകളുടെ ഒരു സൗന്ദര്യം നമുക്ക് കാണാൻ സാധിക്കും. മലനിരകളിൽ കൂടി ഇങ്ങനെ ചെറിയ ലൈൻ പോലെ, വെള്ള ലൈൻ പോലെ ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട്, താഴേക്ക് പതിക്കുന്നുണ്ട്. അത് മനോഹരമായൊരു കാഴ്ചയാണ്. ഇത് അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ വെയിൽ ഓപ്പോസിറ്റാണേ, ലൈറ്റ് ഇപ്പോൾ ഓപ്പോസിറ്റാണ്, അതുകൊണ്ടാണ് അത്രയും കാണാത്തെങ്കിലും എന്തോ അവിടെ മേഘം ഇങ്ങനെ ആ മലനിരകളിൽ മുട്ടി നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് കുറച്ച് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ഈ ഒരു കളമുള്ളത്. അവിടെ നമുക്ക് പോയി നോക്കാം. പാലക്കാടിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ ചൂടും ഒരുപോലെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇപ്പോൾ വൈകുന്നേരമായി, എന്നാലും നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത്.
അപ്പോൾ ഈ കാണുന്നതാണ് പെരിങ്ങാട്ടുശ്ശേരി കളം. അപ്പോൾ തേക്കിൻചിറയിലാണുള്ളത്. അപ്പോൾ ഇവിടെ പണ്ട് ധാന്യങ്ങളൊക്കെ ഇവിടെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്. തരി, നെല്ല് അതുപോലുള്ള മറ്റ് കാർഷിക വിഭവങ്ങളൊക്കെ ഈ ധാന്യപ്പുരയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇതിപ്പോൾ ലോക്ക് ചെയ്തിട്ടേക്കുവാണ്. ഇപ്പോഴും ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇവിടെ നിന്നുള്ള ഈ മലനിരകളുടെ ഒരു കാഴ്ച കണ്ടോ, അതിമനോഹരമായ കാഴ്ചയാണേ. ഒരു വലിയൊരു പാറയ്ക്ക് മുകളിലാണ്, പാറയെന്ന് പറഞ്ഞാൽ നല്ല നിരപ്പായിട്ടുള്ളൊരു പാറയുടെ മുകളിലാണ് ഈ ഒരു കളമുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലേ നമ്മൾ ദൂരേന്ന് കണ്ട ആ പാറയുടെ കാഴ്ചകൾ നോക്കി, മലയുടെ. ഇതാണ് ഇവിടെ നിന്നുള്ള മനോഹരമായ ഒരു കാഴ്ച കേട്ടോ. സൂപ്പറല്ലേ. നിങ്ങൾ ചെങ്ങഞ്ചിറ ക്ഷേത്രത്തിലൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് പോകുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ മൃഗങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്, മുന്നറിയിപ്പൊന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പട്ടി കിടന്ന് കുരയ്ക്കുന്നുണ്ട്. അത് എന്നെയാണോ നോക്കുന്നത്? അല്ല, വണ്ടിയെ നോക്കിയാണ് കുരയ്ക്കുന്നത്. മുടിയൊക്കെ ഒരു പരുവായി. ഇതേ വെയിലെന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ടുള്ള വെയിലാണേ. ഈ വെയിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു പരുവാകും. എന്നാൽ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഇവിടെ വന്നില്ലെങ്കിൽ അതൊരു നഷ്ടമല്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ, കൊല്ലംകോടിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൊല്ലംകോടിൻ്റെ അടുത്ത വീഡിയോയുമായിട്ട്, പാലക്കാടിൻ്റെ അതിമനോഹരമായ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.